കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും തിളക്കമാർന്ന തെരഞ്ഞെടുപ്പ് പ്രകടനം 2026 ആകണമെന്ന നിർബന്ധ ബുദ്ധി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നുണ്ട്. അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് അവർ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും ഒരുപോലെ പ്രാമുഖ്യം നൽകിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഘടകം. ആരെയെങ്കിലും അക്കൊമഡേറ്റ് ചെയ്യുക എന്നതിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ പോലും പിടിച്ചെടുക്കാവുന്ന ഒരു തന്ത്രമാണ് ലീഗ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനകരമായ പ്രകടനം കാഴ്ചവെക്കേണ്ടുന്ന ഒരു ജില്ല കോഴിക്കോട് ജില്ലയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കേവലം ഒരു സീറ്റ് മാത്രമാണ് നേടുവാൻ കഴിഞ്ഞത്. അപ്രതീക്ഷിതമായ ആ തിരിച്ചടിയുടെ ആഘാതം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വല്ലാതെ ഉലച്ചിരുന്നു എന്നതും സത്യമാണ്. എന്നാൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ നേട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ തേരിലേറിയാണ് ലീഗ് ഇത്തവണ കോഴിക്കോട് നിയമസഭയിൽ അംഗം കുറിച്ചിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ നിന്ന് തങ്ങൾക്ക് കൈവിട്ടു പോയിട്ടുള്ള ഒരുപാട് സീറ്റുകൾ തിരികെ പിടിക്കുക എന്നതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMൻ്റെ കുത്തക മണ്ഡലങ്ങൾ കൂടി തിരികെ പിടിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ലീഗ് ടാർഗറ്റ് ചെയ്യുന്ന ആദ്യത്തെ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര മണ്ഡലമായി വിശേഷിപ്പിക്കപ്പെടുന്ന പേരാമ്പ്ര. പേരാമ്പ്രയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 2009 മണ്ഡല പുനർനിർണയത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പേരാമ്പ്ര നിയോജക മണ്ഡലം രൂപീകൃതമായിട്ടുള്ളത്. അതിനുശേഷം 2011 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവായ K കുഞ്ഞാമത്ത് 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. അന്ന് UDFന് വേണ്ടി മത്സരത്തിനിറങ്ങിയത് ആ കാലഘട്ടത്തിൽ UDFൻ്റെ അഭിവാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ടുള്ള യുവ നേതാവ് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു. 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട ഇക്ബാൽ പക്ഷേ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 CPM ഈ നിയോജക മണ്ഡലത്തിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രധാന മുഖമായിട്ടുള്ള CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവും ഇടതുമുന്നണിയുടെ കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണനെയായിരുന്നു. ക്ലീൻ ഇമേജുള്ള നേതാവ് എന്ന നിലയിൽ TP രാമകൃഷ്ണൻ ആദ്യമായി 2016 പേരാമ്പ്രയിൽ നിന്ന് മത്സരിക്കുവാൻ എത്തിയപ്പോൾ CPM ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം ആ കടുത്ത ഇടതു തരംഗത്തിനിടയിലും അവർക്ക് നേടുവാൻ കഴിഞ്ഞില്ല. അഭിമാനകരമായ പോരാട്ട വീര്യം കാഴ്ചവെച്ച മുഹമ്മദ് ഇക്ബാൽ കേവലം 4,000-ൽ പരം വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടു പോയത്. അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടതോടുകൂടിയാണ് പേരാമ്പ്ര മണ്ഡലം UDFൽ നിന്ന് ലീഗിനായി മത്സരത്തിന് അനുവദിച്ച് കിട്ടിയത്. CH ഇബ്രാഹിം കുട്ടി എന്ന വ്യവസായ പ്രമുഖനായ തങ്ങളുടെ ദേശീയ ഭാരവാഹിയാണ് 2021 മുസ്ലിം ലീഗ് ഇവിടെ കളത്തിലിറക്കിയത്. എന്നാൽ ശക്തമായ ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ TP രാമകൃഷ്ണൻ 12,000-ൽ പരം വോട്ടുകൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുകയാണ്. എന്നാൽ ശക്തമായ ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ TP രാമകൃഷ്ണൻ എന്ന ഇടതുമുന്നണിയുടെ കൺവീനർ 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. ഏതൊക്കെയാണെങ്കിലും ഇത്തവണ CPMൻ്റെ കുത്തക തകർക്കാനുള്ള ആത്മവിശ്വാസത്തോടുകൂടി തങ്ങളുടെ വനിതാ മുഖങ്ങളിൽ പ്രധാനിയായിട്ടുള്ള യുവ വനിതാ നേതാവായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറുമായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയെയാണ് മുസ്ലിം ലീഗ് ഇത്തവണ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തെഹ്ലി എന്ന യുവ വനിതാ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തങ്ങൾക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങൾ പേരാമ്പ്രയിൽ ഉണ്ടാക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഒരു കോട്ടയിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തി വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് പേരാമ്പ്രയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അവർ കടന്നു വരുന്നത്. പേരാമ്പ്രയെ സംബന്ധിച്ച് ഇടതുമുന്നണിക്ക് വേണ്ടി മൂന്നാമതും തുടർച്ചയായി മത്സരത്തിനിറങ്ങുന്നത് ഇടത് കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ്. പല നേതാക്കളെയും 2 ടേമിൻ്റെ മാനദണ്ഡം പറഞ്ഞുകൊണ്ട് പാർട്ടി വെട്ടിനിരത്തിയെങ്കിലും TP രാമകൃഷ്ണന് ഇളവനുവദിച്ച് അദ്ദേഹത്തിന് ഹാട്രിക് വിജയത്തിന് കളമൊരുക്കുകയാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം. എന്നാൽ പിണറായി വിജയനുമായി വെച്ചു പുലർത്തുന്ന അടുത്ത ബന്ധം തന്നെ TP രാമകൃഷ്ണന് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ടെന്നും അണികൾക്കിടയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ടെന്നുമുള്ള വിലയിരുത്തൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും ചട്ടുകമായി മാറിയിട്ടുള്ള ഒരു റബ്ബർ സ്റ്റാമ്പ് LDF കൺവീനറാണ് രാമകൃഷ്ണൻ എന്ന അഭിപ്രായ പ്രകടനം CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്നത്. അതിനാൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ പോലും ഫാത്തിമ തെഹ്ലിയ കടന്നുകയറ്റം നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല.
അതുപോലെ തന്നെ ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വം സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ലീഗ് കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം ലീഗിനുള്ളിലും തങ്ങളുടെ മതത്തിനുള്ളിലും നിലനിൽക്കുന്ന യാഥാസ്ഥിതിക നിലപാടുകൾക്ക് ഒരു മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതര സമുദായങ്ങളുടെ വോട്ട് സമാഹരിക്കുവാനും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിർണായകമായിട്ടുള്ള ക്രിസ്ത്യൻ കുടിയേറ്റ വോട്ടർമാരെ സ്വാധീനിക്കുവാനും ഫാത്തിമയ്ക്ക് കഴിയുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഫാത്തിമ തെഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിനെ ഒരു മത പാർട്ടി എന്ന നിലയിലുള്ള പ്രതിച്ഛായയിൽ തളച്ചിടുവാൻ CPM-നെ സഹായിക്കുകയില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഫാത്തിമ തെഹ്ലിയ TP രാമകൃഷ്ണനെ അട്ടിമറിച്ച് ഇടതുകോട്ടയിൽ ലീഗിൻ്റെ പച്ചക്കൊടി പാറിക്കും എന്ന ആത്മവിശ്വാസമാണ് UDF കേന്ദ്രങ്ങൾ ഒന്നാകെ വെച്ചു പുലർത്തുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പോലെ തന്നെ കോൺഗ്രസിനും കൃത്യമായ വേരോട്ടമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. UDF-ലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സ്ഥിരമായി മത്സരിക്കുവാൻ ലഭിച്ചിരുന്ന സീറ്റാണ് പേരാമ്പ്ര എന്ന നിലയിലും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരത്തിനിറങ്ങിയ മണ്ഡലം എന്ന നിലയിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം വരെ മാണി ഗ്രൂപ്പിനും ഈ നിയോജക മണ്ഡലത്തിൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ 2021 ശേഷം മാണി ഗ്രൂപ്പിൻ്റെ വോട്ടർമാർ ഒന്നടങ്കം അവരെ കൈയൊഴിഞ്ഞുകൊണ്ട് UDF പാളയത്തിലേക്ക് മടങ്ങുന്നതും ഈ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. മലബാർ മേഖലയിൽ ഒന്നടങ്കം ഇപ്പോൾ അലയടിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്നുള്ള CPM വിരുദ്ധ വികാരവും ഫാത്തിമയുടെ വിജയപ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം നൽകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാത്തിമ തെഹ്ലിയുടെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ലാൻഡിംഗ് ആയിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു UDF നേതൃത്വം ഫാത്തിമ തെഹ്ലിയെ പേരാമ്പ്രയുടെ മണ്ണിലേക്ക് സ്വീകരിച്ചത്. ഈ പ്രവർത്തകർക്കിടയിൽ നമുക്ക് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികളെ മാത്രമല്ല UDF-നോട് കൃത്യമായ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള UDF അനുഭാവികളെയും നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള പേരാമ്പ്ര മുസ്ലിം ലീഗിൻ്റെ യുവ വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പെൺപുലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫാത്തിമ തെഹ്ലിയെ കീഴടക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ എത്തിച്ചേരുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തങ്ങൾ പ്രഖ്യാപിച്ച 25 സ്ഥാനാർത്ഥികളിൽ 22 സ്ഥാനാർത്ഥികൾക്കും വലിയ വിജയസാധ്യതയുണ്ടെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനുള്ളിൽ നിലനിന്നിരുന്ന വിഭാഗീയതകൾക്ക് ഒരു അവസാനം വരുത്തുവാൻ എന്ന വിധം പാർട്ടിയിലെ വിവിധ ശാക്തി കച്ചേരികളെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുണ്ട്. പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കാന്തപുരം AP വിഭാഗവും ഇത്തവണ LDF-നോട് ഇടഞ്ഞു നിൽക്കുന്നതും UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതും ഒരുപക്ഷെ രാഷ്ട്രീയ അത്ഭുതങ്ങൾക്ക് പോലും ലീഗിനെ പ്രാപ്തമാക്കിയേക്കാം എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും അവർ വിജയിച്ചു കയറുവാനുള്ള സാധ്യതകൾ പോലും ഇത്തരക്കാർ പ്രവചിക്കുന്നുമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ തെഹ്ലിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റൊരു പ്രചരണം കൂടി ലീഗിൻ്റെ ചില കേന്ദ്രങ്ങൾ ഉയർത്തിവിടുന്നുണ്ട്. അതായത് ഇത്തവണ UDF വിജയിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ലീഗിൻ്റെ വനിതാ MLA മാത്രമാവില്ല, മന്ത്രിസഭയിൽ ലീഗിൻ്റെ ഒരു വനിതാ പ്രതിനിധി ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലീഗിൻ്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഒരു വനിതാ അംഗമെന്ന നിലയിലും അവർ ചരിത്രം സൃഷ്ടിക്കും എന്ന പ്രചരണവും വോട്ടർമാരെ സ്വാധീനിക്കുവാൻ ഇടയുണ്ട്. എല്ലാത്തിലുമുപരിയായി പേരാമ്പ്രയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തോട് ജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ വികസന മുരടിപ്പും CPM പ്രവർത്തകരുടെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലിയുമാണ്. ഇതിനും ഒരു അറുതി വരുത്തുവാൻ ഫാത്തിമയുടെ വിജയത്തിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും നിഷ്പക്ഷരായിട്ടുള്ള ജനസമൂഹം വെച്ചു പുലർത്തുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതര മതസ്ഥരുടെ വോട്ട് ബാങ്കുകളെ കൂടി ആകർഷിക്കുവാൻ കഴിയുന്ന, CPM-ൻ്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുവാൻ കഴിയുന്ന, സ്ത്രീകളുടെയും യുവാക്കളുടെയും ബഹുഭൂരിപക്ഷം വോട്ടുകളും നേടിയെടുക്കുവാൻ കഴിയുന്ന മുസ്ലിം ലീഗിൻ്റെ യുവ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലി എന്ന പെൺകുട്ടി ഇത്തവണ ചരിത്രം കുറിക്കുമെന്ന് ഈ ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു പറയുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.